മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ അഥവാ മോഷൻ ഒരു 2 ഡയമെൻഷനിലാണ് ആ മോഷൻ നടക്കുന്നതെങ്കിൽ ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി വെക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അതിൽ പൊസിഷൻ വെക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക, അതുപോലെ വെലോസിറ്റി എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുക, അതുപോലെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ നമ്മൾ 2 ആക്സിസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് y ആക്സിസ് ആണ്, അതുപോലെ ഇത് x ആക്സിസ് ആണ്. ഞാനിവിടെ ഒരു പോയിൻ്റ് P മാർക്ക് ചെയ്തിട്ടുണ്ട്. P എന്ന പോയിൻ്റ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒറിജിന് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ പൊസിഷൻ വെക്ടർ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ. അത് ഇതേപോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ പിയിൽ നിന്നും P എന്ന പോയിന്റിൽ നിന്നും നമ്മൾ x ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതേപോലെ പിയിൽ നിന്ന് നമ്മൾ y ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടുന്ന് O മുതൽ ഇത്രയും ദൂരത്തെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. A എന്നൊരു പോയിന്റും ഇതുപോലെ B എന്ന പോയിന്റും മാർക്ക് ചെയ്താൽ OA എന്ന ഡിസ്റ്റൻസ് x ആണെങ്കിൽ അത് 2 ആവാം, 3 ആവാം, 5 ആവാം, എത്രയാവാം. അതുപോലെ Oയിൽ നിന്നും Bയിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് y എന്ന് വിളിച്ചാൽ OA എന്ന ഈ ഒരു കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? XI ക്യാപ്പ് എന്നാണ് അല്ലേ. അതിൻ്റെ അർത്ഥം Oയിൽ നിന്നും x ഡയറക്ഷനിൽ ഇത്രയും ലെങ്ത് ആണ് എന്നാണ്. അതേപോലെ ഈ O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് വെക്ടർ ഫോമിൽ YJ ക്യാപ്പ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ പൊസിഷൻ വെക്ടർ അത് ഒരു പ്ലെയിനിലാണ് ഈ ഒബ്ജക്റ്റ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. വെക്ടർ R ഈസ് ഈക്വൽ ടു XI ക്യാപ്പ് പ്ലസ് YJ ക്യാപ്പ്. ഇനി നമുക്ക് ഒരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് നോക്കാം. ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് അത് പറയാം. ഈ Pയിലുള്ള ഒബ്ജക്റ്റ് കുറച്ച് കഴിയുമ്പം ഇങ്ങോട്ട് നീങ്ങിയെന്ന് കരുതൂ. അപ്പോൾ അതായത് P1 എന്ന പൊസിഷനിൽ നിന്നും ഇവൻ P2ലേക്ക് മാറിയാൽ ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കുക അല്ലേ. ഈ ഗ്രീനിൽ കളറിൽ കാണുന്നതാണ് വരയ്ക്കുക. അപ്പോൾ P1ൽ നിന്നും P2ലേക്ക് ഈ ഒബ്ജക്റ്റ് മാറുമ്പോൾ അത് 2 ഡയമെൻഷനിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തൊക്കെ മാറും? Y ആക്സിസിൽ ഈ പൊസിഷൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആദ്യം Y ആക്സിൽ ഇവൻ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അതേപോലെ അവൻ ഇപ്പോൾ P2ലാണുള്ളത്. അപ്പോൾ നമുക്ക് Y ആക്സിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ നോക്കൂ. ഇത്രയും മാറ്റം വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡെൽറ്റ Y എന്ന് വിളിക്കാം. അതേ സമയത്ത് തന്നെ P1 X ആക്സിൽ ഇത്രയും ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ അവൻ P2ലേക്ക് മാറിയപ്പം X ഡയറക്ഷനിലും ഇവൻ എന്തുണ്ട്, ഇവിടെ ഒരു ചേഞ്ച് വന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിന് നമുക്ക് ഡെൽറ്റ X എന്ന് വിളിക്കാം. അപ്പോൾ P1ൽ നിന്നും P2ലേക്ക് ഞാൻ ഇപ്പോൾ വരച്ച ഈ വെക്ടറിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഓൺ ദിസ് പ്ലെയിൻ. അതിനെ നമുക്ക് ഡെൽറ്റ R എന്ന് വിളിക്കാം, ഡെൽറ്റ R വെക്ടർ. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസിൽ നമുക്ക് ഡെൽറ്റ ആറിനെ എഴുതി വെക്കാം. ഡെൽറ്റ R വെക്ടർ ഈസ് ഈക്വൽ ടു എന്തൊക്കെ സംഭവിച്ചു? X ഡയറക്ഷനിൽ അതിന് ചേഞ്ച് വന്നു ഡെൽറ്റ X. പക്ഷേ അത് ഡയറക്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് വെക്ടറാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ I ക്യാപ്പ് എന്നും പ്ലസ് പോസിറ്റീവ് Y ആക്സിൽ എന്ത് സംഭവിച്ചു? ഇതിന് മാറ്റം സംഭവിച്ചു. അപ്പോൾ ഡെൽറ്റ YJ ക്യാപ്പ് എന്നും എഴുതാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ചെറിയ സമയത്താണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നതെങ്കിലോ, അതായത് ഡെൽറ്റ T എന്നുള്ളത് വളരെ ചെറുതാണെങ്കിൽ ഈ P വളരെ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ഫിസിക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് dr വെക്ടർ ഈസ് ഈക്വൽ ടു dxi ക്യാപ്പ് പ്ലസ് dyj ക്യാപ്പ് എന്ന് ആയിരിക്കും. അപ്പോൾ ഇത്
രണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ ആണ്. പക്ഷേ എന്താണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ഫോർ വെരി സ്മോൾ ചേഞ്ച് ആണ്. അതായത് പൊസിഷൻ വളരെ ചെറിയ മാറ്റം ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്നാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ 2 ഡയമെൻഷണൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ അഥവാ 2 ഡയമെൻഷണൽ മോഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഓൾറെഡി നമുക്കറിയാം ഡെൽറ്റ ആർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ 2 ഡയമെൻഷൻ ഇസ് ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ആണെന്നല്ലേ. അപ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെലോസിറ്റി എന്നാൽ വെലോസിറ്റി നമ്മൾ എഴുതുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി? നമ്മൾ വി ബാർ ഇങ്ങനെയാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ ആവറേജ് വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ആവറേജ് വെലോസിറ്റി ഡെൽറ്റ ആർ വെക്റ്റർ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഡെൽറ്റ ആർ ഓൾറെഡി നമുക്ക് അറിയാം, ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് എഴുതിക്കൂടെ? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഐ ക്യാപ്പ് പ്ലസ്, ഇതെന്തുകൊണ്ടാണ് ഐ ക്യാപ്പും ജെ ക്യാപ്പും എന്ന് അറിയാമോ? ഒരേ സമയത്ത് 2 ദിശയിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ടേമാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ജെ ക്യാപ്പ്. എന്താ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവറേജ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷനാണ്. അതേപോലെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു, ഇതിന് പകരം നമുക്ക് വി എക്സ് എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം ആവറേജ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷനാണ്. അപ്പോൾ വെക്ടറാക്കി ഐ ക്യാപ്പ് ആവറേജ് എന്ന് വേണമെങ്കിൽ ഒരു മുകളിൽ നമുക്ക് ഇതേപോലെ ഒരു വരയിടാം, പ്ലസ് വി വൈ ജെ ക്യാപ്പ്. അപ്പോൾ ഇതാണ് ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ. ഇനി നമ്മൾ വേറൊരു വെലോസിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് അല്ലേ. അതിന് നമ്മൾ ഡെൽറ്റ ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണത്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വെലോസിറ്റിയെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നായിരുന്നു പറയുക. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന ടേമായി മാറുന്നത് ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എഴുതാം. വി വെക്ടർ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഇവിടെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിക്ക് പകരം ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഐ ക്യാപ്പ് പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ക്യാപ്പ്. ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം instantaneous velocity is equal to vx I cap plus vy j cap. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇൻ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, അതായത് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണുക ഇതുപോലെയാണ്.
ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഓൾറെഡി നമുക്കറിയാം വെലോസിറ്റി നമ്മൾ കഴിഞ്ഞു. ആവറേജ് വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ നമുക്ക് എഴുതി വെക്കാം. എ ആവറേജ് ഇസ് ഈക്വൽ ടു എന്താണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ? ടോട്ടൽ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വി വൈ ജെ ക്യാപ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്താണ്? ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ നമുക്ക് കിട്ടും. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി ഇൻ എക്സ് ഡയറക്ഷൻ പ്ലസ് ഡെൽറ്റ വി വൈ ബൈ ഡെൽറ്റ ടി ഇൻ വൈ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കും? എന്താ ഇതിൻ്റെ മീനിങ്? എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കതിനെ എഴുതാം എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്. ഇതാണ് ആവറേജ് ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ പ്ലെയിൻ. ഇനി ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആണെങ്കിൽ ചെറിയ ഒരു ചേഞ്ചാണ് ഉണ്ടാവുക. എന്താണത്? ആ സമയത്ത് ആക്സിലറേഷൻ നമുക്ക് ഈ ഇക്വേഷന് പകരം നമ്മൾ ഡി വി എക്സ് ബൈ ഡി ടി ഇൻ എക്സ് ഡയറക്ഷൻ പ്ലസ് ഡി വി വൈ ബൈ ഡി ടി ഇൻ വൈ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. ആക്സിലറേഷൻ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആസ് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്. അപ്പോൾ നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു 3t i cap plus 2t square j cap plus 5k cap, where t is in seconds and the coefficients have the proper units for r to be in meters. അതായത് നമ്മൾ പൊസിഷൻ വെക്ടറാണ്, അതുകൊണ്ട് തന്നെ എല്ലാം എന്താണ് 6 മീറ്ററിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടൈം സെക്കൻഡിലും. എ ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. അതുപോലെ ബി പാർട്ട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 seconds. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? ഡി ആർ ബൈ ഡി ടി ആണ്. ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഒരു എക്സ്ട്രാ നോളജ് തരികയാണ്. സ്പെഷ്യൽ നോട്ടായിട്ട് വേറെ തന്നെ എഴുതി വെക്കുക. അതായത് എക്സിലുള്ള ചേഞ്ചിനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു അതർ വേരിയബിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഡിഫറൻസിയേഷനുള്ള ഇക്വേഷനാണ് പറഞ്ഞു തരുന്നത്. ഡി എക്സ് റേസ് ടു എൻ ബൈ ഡി എക്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വി എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഡി ബൈ ഡി ടി ഓഫ് 3t i cap പ്ലസ് 2t സ്ക്വയർ ജെ ക്യാപ് പ്ലസ് 5k ക്യാപ്പ് ആണ് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് എഴുതി വെക്കാം. വി ഇസ് ഈക്വൽ ടു ഇത് നോക്കൂ, ഈ ടൈം എല്ലാവർക്കും എല്ലാ ഡയറക്ഷനിലും ഈ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഇൻറ്റു 3 ഇൻറ്റു ടി ഇൻ ഐ ഡയറക്ഷൻ പ്ലസ് ഡി ബൈ ഡി ടി 2t സ്ക്വയർ ഇൻ ജെ ഡയറക്ഷൻ പ്ലസ് ഡി ബൈ ഡി ടി ഇൻറ്റു 5 ഇൻ കെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം. ശരിക്കും ഇവിടെ ടീൻ്റെ മുകളിൽ ടി റീസ് ടു 1 ആണ് വന്നത് അല്ലേ. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. 3
ഇൻറ്റു ഡി ടി ബൈ ഡി ടി ഇൻ ഐ ഡയറക്ഷൻ പ്ലസ് ഇവിടെ 2 ആണ് കോൺസ്റ്റൻ്റ്, അത് പുറത്തേക്ക് എടുത്താൽ നമുക്ക് എഴുതാം ഡി ഇൻറ്റു ടി സ്ക്വയർ ബൈ ഡി ടി ഇൻ ജെ ഡയറക്ഷൻ പ്ലസ് ഇവിടെ നമുക്ക് എഴുതാം ഡി ഇൻറ്റു 5 ബൈ ഡി ടി ഇൻറ്റു കെ ക്യാപ്. അപ്പോൾ നമുക്ക് വി വെലോസിറ്റിയെ നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നോക്കൂ, എക്സിന് പകരം ഇവിടെ ടി ആണ്, എന്നിന് പകരം ഇവിടെ 1 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് എന്നിന് പകരം 1 ഇൻറ്റു ടി റേസ് ടു 1 മൈനസ് 1 എന്ന് കിട്ടും ഇൻ ഐ ഡയറക്ഷൻ അല്ലേ, പ്ലസ് 2 ഇൻറ്റു ഇതേ ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. ഇവിടെ എന്നിന് പകരം 2 കൊടുത്തു നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു ടി റേസ് ടു 2 മൈനസ് 1 ഇൻ ജെ ഡയറക്ഷൻ പ്ലസ് 0. എന്തുകൊണ്ട് ഇവിടെ 0 വന്നു? ടൈമിനനുസരിച്ച് മാറാൻ ഇവിടെ 5 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടൈം മാറുമ്പോൾ 5-ലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് ഇൻ 5 0 ആണ്. അപ്പോൾ 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് ഈ 0ൻ്റെ അർത്ഥം. അപ്പോൾ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് ടി റേസ് ടു 1 മൈനസ് 1 ആണ്. അപ്പോൾ ടി റേസ് ടു 0 എന്ന് കിട്ടും. എനി നമ്പർ റേസ് ടു 0 1 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 3 ഇൻ ഐ ഡയറക്ഷൻ പ്ലസ് 2 ഇൻറ്റു 2 എന്താണ്? 4 ഇൻറ്റു ടി റേസ് ടു 2 മൈനസ് 1 എന്താ? 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു ടി ഇൻ ജെ ഡയറക്ഷൻ, കെ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ എൻ്റെ ആൻസർ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആക്സലറേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ വെലോസിറ്റി ഓൾറെഡി അറിയാം. അപ്പോൾ എങ്ങനെ ആക്സലറേഷൻ കണ്ടുപിടിക്കുക? ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഡി വി ബൈ ഡി ടി അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്ക് വി അറിയാം. എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം അല്ലെങ്കിൽ വെലോസിറ്റിക്ക് പകരം നമുക്ക് കൊടുക്കാം 3 ഐ ക്യാപ് പ്ലസ് 4t ഇൻറ്റു ജെ ക്യാപ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എന്താ കിട്ടുക? ഡി ബൈ ഡി ടി ഓഫ് 3 ഇൻ ഐ ക്യാപ് in I direction plus d by dt of 4 into t in j direction which is equal to ഇവിടെ ഇത് എന്താണ്? ടൈം മാറുന്നതനുസരിച്ച് മാറാത്ത 3 കോൺസ്റ്റൻ്റ് ആണുള്ളത്, അതുകൊണ്ട് 0 ആണ്. പ്ലസ് ഇവിടെ 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡി ടി ബൈ ഡി ടി ആണ്. അപ്പോൾ അത് 1 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു 4 ജെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആക്സിലറേഷനും വെലോസിറ്റിയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ വെലോസിറ്റി വെക്റ്റർ ഫോമിൽ നമുക്ക് കിട്ടിയത് എടുക്കണം. അപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുന്നത് വി വെക്റ്റർ ഈസ് ഈക്വൽ ടു 3 ഐ ക്യാപ് പ്ലസ് 4 ടി ജെ ക്യാപ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് കിട്ടി. ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് അപ്പോഴുള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യണം? ഈ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വി കിട്ടും അറ്റ് 3 സെക്കൻഡ് നമുക്ക് കിട്ടുന്നത് 3 ഐ ക്യാപ് പ്ലസ് 4 ഇൻറ്റു ടിക്ക് പകരം നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു 3 ജെ ക്യാപ് എന്നാണ് കിട്ടുക. എന്ന് വെച്ചാൽ വി ഇസ് ഈക്വൽ ടു ഈ വെക്ടർ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി അറ്റ് 3 സെക്കൻഡ് നമുക്ക് കിട്ടുന്നത് 3 ഐ ക്യാപ് പ്ലസ് 12 ജെ ക്യാപ് എന്നാണ്. ഇപ്പോഴും ആൻസർ എത്തിയിട്ടില്ല. നമുക്ക് മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി നമുക്ക് റൂട്ട് ഓഫ് ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻ്റ് എടുക്കണം. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 144 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 153 വിച്ച് ഇസ് ഈക്വൽ ടു 12.36 ആണ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 12.4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ 3 സെക്കൻഡിൽ ഉള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഒരു ഹോംവർക്കാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ.
ഹോംവർക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് സ്വയം ഒന്ന് ശ്രമിക്കുക.